അതിന് യുദ്ധനീയമായ ഒരു വാക്ക് നമ്മൾ വായിച്ചല്ലോ. അക്സ അപ്പനാകുന്ന കാലേബിനോട് ചോദിച്ചു. എന്തുവാ ചോദിച്ചത്? എനിക്ക് അതാ ചോദിച്ചത്. നിങ്ങൾ ഇമ്മ നീരോട്ടം തരാനൊക്കെ പറഞ്ഞ പുസ്തകം വായിക്കാതിരുന്നേച്ച് അവള് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയാറെ കാലേബ് അവളോട് ഞാൻ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരണം. അപ്പൊ എനിക്ക് ഒരനുഗ്രഹം തരണം. ഒരനുഗ്രഹം ചോദിക്കുന്നതിലും നടിക്കുന്നതിലും ഒരനുഗ്രഹം തരണം. അതിന്റെ കാരണം അവളവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എല്ലാം തെക്കേ ദേശത്താ. അതുകൊണ്ടായിരിക്കും ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ അനുഗ്രഹമില്ലാതെ നോക്കുക. നമ്മള് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, തെക്കേ ദേശം ഒന്ന് കൊടുക്കാറ്റ് വരുത്തുന്ന ദേശമാണ്. കൊടുങ്കാറ്റ് വന്ന് ഉമ്മ വെച്ചു പോകുകയല്ല. കൊടുങ്കാറ്റ് യോബിന്റെ പിള്ളേരിന്ന് വരേണ്ട മൂലക്കടിച്ച് പുരയെല്ലാം കൂടെ കൊച്ചുകട ചേർത്തുകൊണ്ട് 10 വാരാത്തത്. അതാ കൊടുങ്കാറ്റ്. അപ്പൊ കൊടുങ്കാറ്റ് ഉള്ള സ്ഥലമാണ് തെക്കേ ദേശം. അവിടെ നിൽക്കണമെങ്കിൽ അനുഗ്രഹം വേണം. 21 വായിക്കുന്നത് ചുഴലിക്കാറ്റുള്ള സ്ഥലമാണ് തെക്കേ ദേശം. ചുഴലിക്കാറ്റ് വന്നാൽ പടക് മുക്കും, പടകിലുള്ളതിന് മുക്കും. അപ്പൊ അതുകൊണ്ട് നിൽക്കണമെങ്കിൽ അപ്പന്റെ അനുഗ്രഹം വേണം. പിന്നെ തെക്കേ ദേശത്തെ കൊലപ്പടികളാ 30:6 വായിച്ചതായതല്ല. സിംഗി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശം. തെക്കേ ദേശം ഇങ്ങനെയൊക്കെയാ. സിംഗി, കേസരി, ആണും പെണ്ണും അലർന്ന സിംഹം എന്ന പോലെ എന്നാണ് പത്രോസ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും ദേഹത്ത് ചാടി വീഴുകയല്ല. അപ്പനും അമ്മയുണ്ട്, അവരുടെ ദേഹത്തോട്ട് സിംഹം ചാടി വീടില്ല. ശിംശോന്റെ കാര്യമാവന്നെ യഹോവയ്ക്ക് നാസിവൃതസ്ഥനാണ്. അവനതിനെ ആട്ടുകുട്ടിയെ പോലെ കീറി കളഞ്ഞ അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സിംഗി, കേസരി, അണലി ചില അണലി കടിച്ച ചാകത്തില്ല, ആണ്ടോടാണ്ടക്ക് പൊട്ടിക്കളിയും. ഓരോ വർഷവും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഇവളെല്ലാ കൊല്ലം എന്നോട് വണങ്ങി 1 മാസം അവിടെ വീട്ടിൽ പോയി നിൽക്കും. അതുകൊണ്ട് ഞാൻ ആ 1 മാസം എനിക്ക് അറിയാവുന്നതുകൊണ്ട് വേറൊരാളെ ഇടപാട് ചെയ്തിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ. കാരണം അവിടെ കറക്റ്റ് സമയമാകുമ്പം എല്ലാ വർഷവും 1 മാസം അവിടെ ഒരു വഴക്ക് ഉണ്ടാക്കും. അതിപ്പോ കുറെ വർഷങ്ങളായതുകൊണ്ട് ഞാൻ ഇപ്പൊ ആ 1 മാസത്തേക്ക് ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് സന്തോഷം, 1 മാസം നിന്നാ മതിയല്ലോ. അത് അണലിയ. ചില അണലിയെ കണ്ടാൽ അറിയത്തില്ല. കരിയനെ അണലിയും കൂടെ കളർ ഒന്നിച്ചിരിക്കും. യോധനൊക്കെ വരുന്നത് വെള്ളയെ കൊടുത്തായിരിക്കും, അറിയല്ല. എല്ലാം ഒരേപോലെ വെള്ളയല്ലേ? മനസ്സിലായില്ല? വെള്ള കസേര വെള്ള തുണി എടുത്തിരിക്കുന്ന അറിയത്തില്ല അണലിയാന്നോ, മൂർഖനാന്നോ, ചേരയാന്നോ, പയ്യാനിയാന്നോ, നീർക്കോലിയാന്നോ, കട്ടക്കുളകനാന്നോ, വെമ്പാലയാന്നോ. മിണ്ടുന്നില്ല. മിണ്ടണ്ട ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. കരിയലയുടെ കളറും ചില അണലിയുടെ കളറും ഒരുപോലെ. കടി കിട്ടി കഴിയുമ്പോൾ അറിയുന്നത് മറ്റവനായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ശക്തികളുണ്ട് ഈ തെക്കേ ദേശത്ത്. അണലി, പിന്നെ പറക്കുന്ന അഗ്നിസർപ്പം. നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകണ്ട, ഇങ്ങോട്ട് വന്നോളൂ. ചില പറയത്തില്ല, പക്ഷെ ഞാൻ ഒന്നിനും പോകില്ല, എന്നാലും ഇവൾ എന്റെ അടുക്കിലോട്ട് വന്ന് പറക്കുന്ന അഗ്നിസർപ്പം. നമ്മളൊന്നും ചെയ്യണ്ട, ഇങ്ങോട്ട് ഫോൺ ചെയ്തൊക്കെ വഴക്കുണ്ടാക്കുക. നമ്മളങ്ങോട്ട് വിളിക്കുക പോലും വേണ്ട, പേടിച്ച് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ചെയ്തപ്പോഴേ വിളിച്ചു. അങ്ങനെയുള്ള അഹങ്കാരമുണ്ട്. അങ്ങോട്ട് ഫോൺ ചെയ്ത് ചൊറിച്ചിട്ടുള്ളവരുണ്ട്. എന്നാണ് വിശേഷം? എങ്ങനെ വേറെ എന്നാണ്? പിന്നെ എന്നാണ്? വേറെ ഒന്നുമില്ലേ? എന്നാലും പാസ് വിളിക്കാറുണ്ടോ? ഞാൻ വലിയ വിളിയൊന്നുമില്ല. വിളിക്കാൻ നേരെ വീട്ടിൽ വന്നോ? അല്ല, ഒത്തിരി നാളായി വന്നിട്ട്. പുള്ളിക്ക് ഇവിടെ വരാൻ നേരമില്ലാതെ ചൊറച്ചില്ല. പിന്നെ അവിടെ നോക്കും.
ലേവ്യ പുസ്തകത്തിലെ യാഗം കഴിക്കേണ്ടവന്റെ പ്രമാണമുണ്ട്. ആരൊക്കെ കഴിക്കണം? കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, പിന്നെ വായിച്ചേ 21:16 ആ ഇടത്ത് വർഷത്തെ കണ്ണിന് തുറന്നു നിർത്തണ്ടേ? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ സന്തതിയിൽ അംഗഹീനനായ യാതൊരുത്തനും നിന്റെ ദൈവത്തിന്റെ ഓഹരിയാഗം അർപ്പിക്കാൻ അടുത്ത് വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്ത് വരരുത്. അടുത്ത ലിസ്റ്റ് കാഴ്ചപ്പാടില്ലാത്തവനാ. ഇവനെ സഭയെ വെച്ചുകൊണ്ടിരുന്ന സഭ പോകുകയല്ലാതെ ഇവൻ പോകുകയല്ല. യാതൊരു കാഴ്ചപ്പാട്. കുരുടൻ 30 കൊല്ലം വന്നപ്പോൾ ഇങ്ങനെ കണ്ടിപ്പോ ഈ 30 കൊല്ലം കഴിഞ്ഞപ്പോഴും യാതൊരു വ്യത്യാസവുമില്ല. കുരുടൻ. പിന്നെ നേരം ചൊവ്വന് നടക്കുകയല്ല. ഈ ആഴ്ച ചൊവ്വന് നടന്ന അടുത്ത ആഴ്ച അവൻ ഈ ആഴ്ച ആരാധന വന്നാൽ അടുത്ത ആഴ്ച അവൻ തിരുത്തുണ്ണാൻ പോകും. ഈ ആഴ്ച തിരുമേശി എടുത്താൽ അടുത്ത ആഴ്ച അവൻ പുറത്തിറങ്ങി കുപ്പിവെള്ളം കുടിക്കും. അകത്ത് ജനം തിരുമേശി എടുക്കാം, വെളിയിലിറങ്ങി പിന്നെ പതിമൂക്കൻ എന്ന് പറഞ്ഞാൽ നേരം ചൊവ്വന് വർത്താനം പറയല്ല, മുഴുവൻ കുരുക്ക് വർത്താനോ പറയുള്ളൂ. പതിമൂക്കൻ ക്ലിയർ ആക്കിയല്ല. നമ്മൾ ചിലരോട് സംസാരിച്ച ക്ലിയർ ആയിട്ട് പറയത്തില്ല. എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ പോകാമല്ലോ. നമ്മളിപ്പോ പോകുന്നത് എവിടെ വേണേലും ഉണ്ടാവും. അവനാണ് പതിമൂക്കൻ. ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഇവൻ പറയുകയല്ല. പതിമൂക്കൻ കല്യാണം കഴിച്ചു. നാളെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പറയാം. പതിമൂക്കൻ കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് ഭാര്യ പറഞ്ഞു, അച്ഛാ നമുക്ക് അവൻ പറഞ്ഞു ചക്ക വേവിക്കാന്ന്. ആയിക്കോട്ടെ. അവൻ രണ്ടുപേരുടെ പ്ലാവിന് ഓട്ടിരുന്നു. ഇവൻ മേലിൽ കയറി ചക്ക 2 എണ്ണം വിട്ട്. ആദ്യം ഒന്ന് കണ്ടിട്ട് കൊത്തോന്ന് വീണ്. 13 അപ്പം ക്ലിയർ അല്ലല്ലോ വർത്താനം. ഇപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്നല്ലേ, 2 ആഴ്ച കഴിഞ്ഞാൽ പരുവത്തിന് മനസ്സിലാകും. ആദ്യത്തെ ചക്ക ഇട്ടപ്പോ അവള് താഴെ നിന്ന് ചോദിച്ചു, അച്ഛാ ഇതെന്നാ? ഞാൻ വേവിക്കാൻ. രണ്ടാമത്തെ ചക്ക ഇട്ടപ്പോൾ പറഞ്ഞു, ഇതാണ് ഞാൻ പഠിപ്പിക്കാൻ. ഇവനിതായി പറയുന്നത് വേവിക്കാനും പഠിപ്പിക്കാനും. അവൻ ചക്ക ഇട്ടേക്ക് കുളിക്കാൻ പോയപ്പോ അവളെ ഒന്നെടുത്ത് പാപ്പച്ചനും കൊടുത്തു, ഒന്ന് വേവിച്ചനും കൊടുത്തു. കാരണം ഒന്ന് പാപ്പച്ചനും ഒന്ന് ഞാൻ വേവിച്ചാൻ കൊടുത്തു. ഞാൻ പാപ്പച്ചാൻ ഒന്ന് വേവിക്കാനും ഒന്ന് പഠിപ്പിക്കാനും വന്നാൽ യവൻ പറഞ്ഞത് യവക്ക് മനസ്സിലായില്ല. യവള് ആദ്യമായിട്ട് കേട്ടത്. അവളൊന്നെടുത്ത് അപ്പുറത്ത് വേവിച്ചാനും ഒരു ചക്ക കൊടുത്ത്, ഒരെണ്ണെടുത്ത് അപ്പുറത്ത് പാപ്പച്ചാനും അരോഗ്യമായി. കുടുംബ പ്രശ്നം. എന്നാ കാര്യം ക്ലിയർ ആയിട്ട് പറയണം. മനസ്സിലായോ? ക്ലിയറായി പറയണം. വാക്കുകൾക്ക് സ്ഫുടതയും വ്യക്തതയും ഉണ്ടായിരിക്കണം. കേൾക്കുന്നവർക്ക് സംശയം ജനിക്കത്തക്ക വിധത്തിൽ പറയരുത്. ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. ഈ സ്വരത്തിൽ അർത്ഥമുണ്ട് ഇല്ലേ? തങ്കമ്മ എന്തുകൊണ്ട്? അതൊരർത്ഥമാണ്. തങ്കമ്മോ അത് വേറെ അർത്ഥമാണ് അല്ലേ? ആ സ്വരത്തിൽ അർത്ഥമുണ്ട്. വിശേഷിച്ച് ദൈവമക്കൾ സംസാരിക്കുമ്പോൾ വൃത്തിയായിട്ട് കാര്യം പറയണം. സ്തോത്രം. സ്വരത്തിൽ അർത്ഥമുണ്ട്. ഏത് കാര്യം പറഞ്ഞാലും ക്ലിയർ ആയിരിക്കണം. വ്യക്തതയോടെ സംസാരിക്കണം. അക്ഷര സ്ഫുടതയുണ്ടായിരിക്കണം. എന്നെ ആശ പഠിപ്പിച്ചപ്പോ ഈ വെല്ലു പിടിച്ച് ഒട്ടിക്കുന്ന രീതിയിലാണ് പിടിച്ചു ചൊല്ലി പഠിപ്പിക്കും. ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നല്ല പെരുക്ക് പെരുക്കിക്കോണം. അത് കേട്ടപ്പോ ആശ മറ്റു പിള്ളേരെയൊക്കെ തല്ലുന്നതിലും കൂടുതൽ എന്നെയാ. പക്ഷെ അത് ഗുണമായി. ക്ലിയർ ആയിട്ടാ പറഞ്ഞില്ലേ? നല്ല കിഴുക്ക് കിടക്കും. ലാൻഡിംഗത്തിൽ വരുമ്പോൾ സ്ഫുടത ഉണ്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. 13 പാടില്ല, എല്ലാം വ്യക്തത ഉണ്ടായിരിക്കണം. അതെല്ലാം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. 13 പിന്നെ കൂടുതൽ അവയവമുള്ളവൻ
24 പേരിലുള്ള ഒരുത്തനെ വേറെ ദിവസത്തിൽ അറിയാമല്ലോ. മനുഷ്യന് മൂക്ക് കൂടുതലാ. അതെ, ഞാൻ വിവരിക്കുന്നില്ല. അടുത്തത് കാലൊടിഞ്ഞവൻ. യോഗത്തിനൊന്നും വലിയ ഇതെടുക്കുകയില്ല, കാലൊടിഞ്ഞ് കിടക്കുക. എല്ലാരും വരുന്ന കൂടെ വരിക, എല്ലാരും പോകുമ്പോ പോകുകയില്ല. ഇവ പമ്മി പമ്മി നിൽക്കുകയും പമ്മി കാലൊടിഞ്ഞ് കിടക്കുകയില്ലേ, നടക്കുകയല്ല. പിന്നെ എടുത്തോണ്ട് വരണം, വണ്ടി ഇടണം, വണ്ടിയെ കൊണ്ടുവന്ന് ചരക്കിറക്കും പോലെ ഇറക്കണം, പിന്നെ ഇവന് ചരക്കിറക്കും പോലെ കൊണ്ട് ഇറക്കണം. വലിയ ബുദ്ധിമുട്ടായി ഇതൊക്കെ, കാലൊടിഞ്ഞത്. പിന്നെ കൊടുക്കുകയല്ല, എന്ത് ചെയ്താ മേടിക്കാൻ നല്ല വിരുതാ. ആരെ കണ്ടാലും പറയും താതാ. കന്നിട്ടേക്ക് എത്ര പിള്ളേരുണ്ടെന്നാ? പിന്നെ 2. താ. ആരെ കണ്ടാലും താ. കൊടുക്കുകയല്ല, മേടിക്കാൻ. എനിക്ക് ഒത്തിരി പേര് മേടിക്കാൻ നല്ല വിരുതാ. പണ്ട് ഞങ്ങളൊരു യോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ വേറെ ആളുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരാള് ഈ ചോറധികം കഴിക്കുന്നില്ല, വേറെ ഒരു കൂട്ടാനാ കഴിക്കുന്നത്, ഒന്നും പറയുന്നില്ല. അപ്പൊ ഇത് കൂടെ കഴിച്ചപ്പോ അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, ഇതുപോലൊരു യോഗം വീട്ടിൽ വെക്ക്. അപ്പൊ കേട്ടവർ ഓർത്തത് യോഗം വെക്കാനാ പറഞ്ഞു. പുള്ളി അതല്ല പറഞ്ഞു, എനിക്ക് വിളിക്കും. കാരണം ചോറ് കഴിക്കുന്നതിന് വേറെ യോഗങ്ങളുണ്ട്, അത് മാത്രം പുള്ളി. മറ്റേ പുള്ളി പറഞ്ഞു, ഇതുപോലൊരു യോഗം വീട്ടിലും കൂടെ. മനസ്സിലായി കാണും. എന്റെ വല്യമ്മച്ചി പറയുന്നൊരു ഭാഷയുണ്ട്, ആരാന്റെ പന്തലിവാ എന്റെ വിളവ് കാണിക്കാം. മുണ്ടുമൊക്കെ കുത്തി, മേളിലൊരു മേൽമുണ്ടുമൊക്കെ കുത്തി എന്ത് വിളമ്പാൻ വരും, നല്ല സ്പീഡിൽ വിളമ്പും, വൃത്തിയായിട്ട് വിളമ്പും. വലിയ നിന്റെ വീട്ടിൽ വെച്ചൊന്ന് വിളമ്പി കാണിച്ചു. വല്ലവരുടെ പന്തലല്ല വിളമ്പ്. ആശയം പിടികിട്ടിയോ? പൗലോസ് എഫെസോസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലത്. അത് യേശു പഠിപ്പിച്ചതാണ്. അത് ഞാനിവിടെ മാതൃകയോടെ ജീവിച്ചെന്നാ പൗലോസോട് പോകാൻ നേരത്ത് പറഞ്ഞത്. കൈ ഒടിഞ്ഞവനെ പിന്നെ എന്ത് ചെയ്താ നേരെ നിൽക്കുകയല്ല. ലോകത്തിന് വന്നാലേ മൂല കയറി പമ്മിയിരിക്കും, അല്ലെ പുറകിരിക്കും, ഇരുട്ടത്തിരിക്കും, മരത്തിന് മറഞ്ഞിരിക്കും. പെട്ടെന്ന് വരികയല്ല. എന്ത് ചെയ്താ വെട്ടവും വിളിച്ചുകൊണ്ടെടുത്ത്, അല്ലെ പറയും ലൈറ്റ് ഓഫ് ആക്കിയേക്കാൻ അവനിരിക്കുന്നിടത്ത്. പിന്നെ മുണ്ടൻ ഒരു വളർച്ചയില്ല, മുണ്ടനാ. പണ്ട് കാലത്ത് 2 പാട്ടുമായിട്ട് വന്നതാ. 30 കൊല്ലമായിട്ട് 2 പാട്ടുമല്ലാതെ. അത് ഇപ്പൊ തെറ്റുക. 2 വാക്യം അറിയാം. ഞാൻ എന്റെ 2 പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. 2 എൻ മനമേ യഹോവയെ. ഒരു വളർച്ചയില്ല. അപ്പൊ പണ്ടത്തെ പോലെ അക്കത്തുക്ക് താന വരമ്പേ കല്ലേ കുത്ത് കടി കുത്ത് ചീപ്പ് വെള്ളം താറാം മക്കളുടെ മക്കളുടെ പ്ലാം പ്ലീ. ഇതാണ് 30 വർഷമായിട്ട്. അത് തന്നെ തപ്പല്ല തപ്പുന്നത്. ഞാൻ ഇതൊക്കെ കാര്യം പറയാം. ഒരു വളർച്ചയില്ല, വളരാനൊട്ട് താല്പര്യവും. പുസ്തകം പഠിപ്പിക്കുന്നത് രക്ഷയ്ക്കായിട്ട് വളരുവാൻ. അങ്ങനെ രക്ഷയ്ക്കായിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പരിവർത്തിയിരിക്കുന്ന വളർച്ചയുണ്ട്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചയും വേണം. ഉന്തി മരത്തെ കയറ്റിയാൽ നെഞ്ചൊലിക്കും, കേറാനൊരു താല്പര്യം വേണം. ചുമ്മാ ഇങ്ങനെ ആരിലും കയറ്റിക്കോളാൻ. മരത്തെ കയറണമെന്ന് പിടിക്കുകയെങ്കിലും വേണ്ടേ? അപ്പൊ അവനുണ്ട്. പിന്നെ പൂക്കണ്ണൻ, അത് പുതിയ ഭാഷ, അതിവിടെ വേണ്ട. പുതിയ എന്താ നേത്ര പൂക്കണ്ണൻ. എവന്റെ കണ്ണുകൊണ്ട് നോക്കുന്നതൊന്നും ശരിയല്ല. ചില കണ്ടില്ലേ, അവൻ ശരിയല്ല, ഇവള് ശരിയല്ല, അവൻ ശരിയല്ല, അവന് ശരിയല്ല. പിന്നെ ആരാ ശരി? ശരിയായ കാഴ്ചപ്പാടില്ല, ഹ്രസ്വദൃഷ്ടിയ, ഇടുങ്ങിയ ചിന്താഗതി, ഇടുങ്ങിയ മനസ്സ്. ഒരാളും രക്ഷപ്പെടുകയല്ല. പിന്നെ ഏത് യോഗത്തിന് വന്നാലും ആരെങ്കിലും ചൊറിഞ്ഞേക്ക്. സഭായത്തിന് വന്നാലും ചൊറിഞ്ഞേക്ക്, ഇടക്കൂട്ടത്തിന് വന്നാലും
ആരും ചൊറിയാനതില്ല. അവിടെ കിടന്ന പട്ടിയെ ചൊറിഞ്ഞാൽ ചവിട്ടി. ഇവ പോയ പിന്നെ പട്ടി ഓരോ നിർത്തുന്നില്ല. ഉണ്ട്. ഈ മോഷ്ടിക്കുന്നവർക്ക് സമയത്ത് മോഷ്ടിച്ചില്ലെങ്കിൽ അസ്വസ്ഥതയാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. എനിക്കറിയത്തില്ല. ഒരിക്കലും അവനെ മോഷ്ടിക്കാൻ ഒത്തില്ല. രാത്രി കിടന്നിട്ട് അവന് ഉറക്കം വരുന്നില്ല. ഭാര്യ വെച്ച് എന്നെ അച്ഛാ ഉറക്കം വരുന്നില്ല. അവള് കിടന്നങ്ങ് ഉറങ്ങി. ഇവൻ കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ പിള്ളേക്കെടുത്ത് കിണറ്റിലോട്ട് ഇട്ടു. ഇട്ടച്ചിട്ട് ഒന്ന് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. രാവിലെ നല്ല ചമ്മന്തി അരയ്ക്കാൻ പിള്ളേക്കല്ല് തപ്പിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുമ്പോൾ ഇന്നലെ വൈകിട്ട് അരച്ച കല്ലാന്നുള്ളത് തപ്പി ഊപ്പാട് വന്ന്. അപ്പൊ ഇവൻ എഴുന്നേറ്റ് വന്ന് കണ്ണുറക്കെ തിന്ന് എന്നാന്നേ എന്റെ പൊന്നുമോനെ ഇന്നലെ സന്ധ്യക്ക് ഞാൻ അരച്ചതാടാ പിള്ളക്കല്ല് വെച്ച്. അമ്മിക്കല്ലും പിള്ളക്കല്ല് കാണുക. അതാണ് ഞാനത് കിണറ്റിലോട്ട് രാത്രി ഇപ്പൊ എടുത്തു തരാണ്. ഇറങ്ങി ചെന്ന ഇത് നീ അതിനാ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഉറക്കം വന്നു. അവന്റെ വീട്ടിലെ കല്ല് തന്നെ. നമ്മുടെ സമയം വന്ന് ഇവിടെ ഇരുന്നോണ്ട് തന്നെ ചോറ് വെച്ച് പോകും. ഇവിടുത്തെ കല്ലെടുത്ത് കിടത്തിയിട്ടേച്ച് അന്ന് രാത്രി എന്തോ ഉറക്കമാണ്. മിണ്ടണ്ട. ഇവിടെ വന്നേച്ച ഇവിടുത്തെ പിള്ളക്കല്ലെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുന്നതാണോ? ഞാൻ പൊട്ടം കളിക്കത്തൊന്നുമില്ല. ചൊറിയൻ എപ്പോ വന്നാലും ആരെ കണ്ടാലും ഒന്ന് ചൊറിഞ്ഞേച്ചേ. അത് ഇത് ബുദ്ധിമുട്ടായതൊക്കെ. ബന്ധുക്കളെ എന്തിക്കാതെ മേശിപ്പാസ് നല്ല യാത്രയ്ക്ക് പോകാം. അന്നേരേക്ക് അത് പിന്നെ നിന്ന് മനുഷ്യനെ വ്യാഖ്യാനിക്കുന്നില്ല. അടുത്തതായിരുന്നു പൊരിച്ചുടങ്ങാൻ. അയ്യോ തുടങ്ങാന്ന് പിന്നെ സൈക്കിൾ പൊനിയും കൂടെ ഉള്ളതാ. കണ്ടാൽ ഒരു വർക്കത്തില്ല. ചില തുടങ്ങ് കണ്ടാൽ ഒരു ഡിസൈനാണ്. പൊരിച്ചുടൻ ഡിസൈൻ ഒന്നുമല്ല. വ്യാഖ്യാനിക്കുന്നില്ല. വ്രതവാക്യമായി ആരെയും ജനിപ്പിക്കുകയല്ല. ഒരു കുഞ്ഞുങ്ങളെ ഇന്ന് വരെ ഒരെണ്ണത്തിന് നേടിക്കൊണ്ട് വന്നിട്ടില്ല. ഉള്ളതിനെ അന്നാലും പള്ളിക്കലക്ക് വിടുക. നിങ്ങൾ എന്തിനാ സഭയിൽ പോകുന്നത്? അതിനാ അവിടെ ഇപ്പൊ ആരാധനയൊന്നും അവിടെ ശുശ്രൂഷ ഒന്നും അല്ല നടക്കുന്നത്. പിന്നെ അവിടെ കാട്ടാക്കുത്തിയാന്നു 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് 2 സെറ്റായിട്ട് താറ് മാറ്റി കാട്ടാക്കുത്തിയാണ് നടക്കുന്നത്. എടാ ഇവിടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും വചന ധ്യാനവും വചന ശുശ്രൂഷയും വചന ക്ലാസും കൂട്ടായ്മയാണ്. ഇവൻ ഒരെണ്ണത്തിന് നേടിക്കൊണ്ട് വരികയില്ല. ഉള്ളതിനെ ഇവൻ അതാ പണ്ട് ബേച്ചാൻ പറഞ്ഞ പോലെ ഒന്നിനെ നേടിയില്ലെങ്കിലും ഒന്നിനെ നശിപ്പിക്കരുത്. നേടാനൊത്തില്ല. അതിനുള്ള കൃപയോ ചാതുര്യമോ ഒന്നും നമുക്ക് ലഭിച്ചില്ല. പക്ഷെ ഞാൻ മുഖാന്തരം, നിങ്ങൾ മുഖാന്തരം, ഒരു വ്യക്തി മുഖാന്തരം ഒരാൾ നശിച്ചു പോകരുത്. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് ഞാൻ ഇതൊന്നും പറയാൻ ഞാൻ വന്നതല്ല. ഞാൻ വേറൊരു വിഷയം പറയാൻ വന്നതാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ നിങ്ങൾ അടിയിൽ തനിക്ക് ആൾക്കാരെ കാണുമ്പോൾ ഇടക്കമാകുമല്ലോ എന്നാ നിങ്ങൾ പറ്റിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നു. അപ്പൊ അച്ഛന പറഞ്ഞത് ഇങ്ങനെ, അപ്പച്ചാ എനിക്കൊരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേദേശത്താണ് കൊടുത്തത്. ദൈവത്തിന്റെ മഹത്വം. ഒരു അനുഗ്രഹമാണ് ചോദിച്ചത്. അവള് ചോദിച്ചതിൽ നനച്ചതിന് ഉപരിയായിട്ട് ആ കാര്യം കൊടുത്തത്. വാക്യമായത് ന്യായാധിപന്മാരുടെ പുസ്തകം 1:14 ചേർത്ത് വായിച്ചു. പെട്ടെന്ന് അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരണമെന്ന് പറഞ്ഞു. നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. അവൾ ചോദിച്ചതോ ഒരു അനുഗ്രഹമോ നീരുറവോ തരാൻ. അവൻ കൊടുത്തതോ ചോദിച്ചതിലും
മാനേജരും മാനേജരും ഉറവ് തുറന്നു കൊടുത്തു. ഇന്ന് പകൽ നീ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും ഉപരിയായിട്ട് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഒത്തിരി തെളിവുകളുണ്ട്. ഹന്ന പെണ്ണിനായുടെ നിന്നയെല്ലാം സഹിച്ച് മനോദുഃഖത്തോടെ മനോവസനത്തോടെ ദൈവാലയത്തിൽ ചെന്ന് ഇരുന്നേച്ച് പറഞ്ഞു. ഉറക്കെ പറയാനൊന്നും വയ്യ, ഗൽഗതത്തോടാ ചൂടാനങ്ങുന്നതേ ഉള്ളൂ. ഒരു മൂപ്പരെ അവിടെ ഇരിപ്പുണ്ട്, സീനിയറാണ്. എനിക്ക് കണ്ണും കടയും കാണാൻ വരും. അതായത് പറഞ്ഞു വീഞ്ഞിറങ്ങട്ടെന്ന്. അതുകൊണ്ടെന്റെ അവസ്ഥ ഞാൻ ഇന്ന് വരെ മദ്യമൊന്നും ഞാൻ മനോവസനമുള്ള സ്ത്രീയാണ്. ഞാനിരുന്ന് പ്രാർത്ഥിച്ചത്, നീ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ, അങ്ങനെ അവള് പറഞ്ഞു, നീ എനിക്ക് ഒരു പുരുഷ സന്താനം തന്ന് തരികാണത് നിനക്കാ. അങ്ങനെ എഴുതിയേക്കണം. ആയത് അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ ഒന്ന് മതി. എനിക്ക് ഒന്ന് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനുമാണ്. എനിക്ക് ഒന്ന് തന്നാ മതി. ഹൃദയവേദനയോടെ അല്ലെ ഞാൻ വിവരിക്കുന്നില്ല. ചോദിച്ചതാണോ കൂടുതൽ? പിന്നെയോ 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവവരന്റെ യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. 2-ാം അധ്യായത്തിന്റെ ഒടുവില് 12-ാം വാക്യമാണോ വായിച്ചേ? നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന ഒരു വെള്ളിക്കാശിനും 21-ാമത്തെ വാക്യം വായിച്ചേ. 2:21. യഹോവ ഹന്നയെ കടാക്ഷിച്ചെങ്കിലേ ഗർഭം ധരിക്കാനൊക്കെ ഉള്ളൂ. യഹോവ ഹന്നയെ അടുത്തത് ഒന്നാ ചോദിച്ചോളൂ. നീ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ തന്നാണ് ചോദിക്കുന്നതിൽ. വേദപഠിതാക്കള് പറയുന്നത് ഇവിടെ എത്ര പിള്ളേരുണ്ടെന്നാ മൊത്തം? 1 ചോമയല്ലേ? പിന്നെ ഇതൊക്കെ ഒന്ന് കൂട്ടാനും കുളിക്കാനും അറിയാമല്ലേ? 3 പുത്രന്മാരും അപാദത്തിലുണ്ട്. 5 ചോമനും കൂടെ കൂടുമ്പോ വേദപഠിതാക്കള് പറയുന്നത് സ്തോത്രം ഇവള് 7 പ്രസവിച്ചാണ്. 7 പ്രസവിച്ചാണ്. ഒരു വാക്യം വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. വിശ്രമം പ്രാപിക്കുന്നു. വായിച്ചോ. മറ്റ് 7 പ്രസവിക്കുന്നെന്ന് ചോദിക്കുന്നതിനും എനിക്ക് ഒന്നിനെ തന്നാ മതി എന്നാ ചോദിച്ചത്. മജീദും പറഞ്ഞ് ഇവിടെ കളിയാക്കിയതാ. സ്തോത്രം. 7 പ്രസവം ചോദിക്കുന്നതിനും. ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം. അങ്ങനെ പ്രസവിക്കാൻ ഞാനങ്ങ് പ്രസവിച്ചു നോക്കി. എടാ 2:4 വായിച്ച രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2:4. 4:1 മുതൽ വായിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4:1 മുതൽ വായിച്ചു. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിനക്കറിയാമല്ലോ. ഞങ്ങളിപ്പം ഒന്നും പറയേണ്ട കാര്യമില്ല, നിനക്കറിയാമല്ലോ. അടുത്തത്, ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ വലിയ പ്രതിസന്ധിയില്ല. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം കടമാറുക എന്നുള്ളതാണ്. കടമാറണം. നിന്റെ ദാസൻ എന്റെ ഭർത്താവാണ്. വർക്കതനുമായിരുന്നു, പക്ഷെ കടമൊക്കെ വന്നു. ഭക്തന്മാർക്കും കടമൊക്കെ വരും. ഇവിടെ ഇരിക്കുന്ന മിക്ക ഭക്തന്മാർക്കും കടമാണ്. ആ നോട്ട് വരുമ്പോ കാണുമ്പോ അറിയാം, ഇല്ലേ?
ചെല്ലുവിന് മേടിച്ചാൽ കൊടുക്കും, ചെല്ലുവിന് മേടിച്ചാൽ കൊടുക്കത്തുമില്ല. അങ്ങനത്തെ മക്കളന്മാരും. നിന്റെ ദാസൻ എന്റെ ഭർത്താവ് 10 പക്ഷെ കടം വന്നു, മരിച്ചു പോയി. വേറെ വല്ല പെണ്ണുങ്ങളാന്നേ ചത്തുപോയാളെ അപ്പരാകി കൊന്നേനെ. സ്ത്രീ നല്ലൊരു സ്ത്രീയാ, മരിച്ചു പോയിട്ടും പുള്ളിക്കാരി പറഞ്ഞത് സാക്ഷി ഭക്തനായിരുന്നു കേട്ടോ. അതെ, ചരിത്രമൊന്നും പറയുന്നില്ല. ഇപ്പൊ കടക്കാർ വന്നിരിക്കാൻ എൻ്റെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോവുക. അതിന് പ്രധാന വിഷയം ചോദിച്ചത് കട ഒന്ന് മാറണം, ചില കട ഉണ്ടാവുന്ന മാറണം. ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, ആട്ടെ കടവൊക്കെ മാറും, വീട്ടിൽ എണ്ണ ഉണ്ടെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യണം, നീയും പിള്ളേരും കൂടെ വീട്ടിൽ ചെന്നിട്ട് അയലത്തുകാരുടെ പാത്രമല്ല, വെറും പാത്രം. അതിനകത്ത് ഇവിടെ ഈ ഭർത്താവ് മരിച്ചു, 2 പിള്ളേരുമായിട്ട് മര്യാദയ്ക്കാണോ ജീവിക്കുന്നതെന്ന് കൂടെ ഒന്ന് അറിയണം. നാട്ടുകാരുമൊക്കെ ആയിട്ടേ അയലത്തിൽ നിന്ന് പാത്രം ചോദിക്കണമെങ്കിൽ അവരുമായിട്ട് അടുപ്പം വേണ്ടേ? കാല് പറഞ്ഞുള്ള ജീവിതമാണോ അതോ ക്രമീകരിക്കപ്പെട്ട ജീവിതമാണോ അതോടൊന്ന് അറിയണ്ടേ? കൊടലെത്തി കിടക്കുകയാണോ? ഭർത്താവില്ല, പിന്നെ തോന്നിയതുപോലെ തോന്നുമ്പം വരെ തോന്നുമ്പം ഭർത്താവില്ലല്ലോ. ഒരു കുടുംബിനി അങ്ങനല്ല. ഭർത്താവിന് കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും പോകുന്ന സ്ഥലം പറയണം, ഞാൻ എൻ്റെ അടുത്തൊന്ന് പോവുക, അല്ലെ ഇന്നടുത്ത്, അങ്ങനെയല്ലേ ചെയ്യണ്ടേ? ഒരു വീട്ടിൽ ഞാൻ ഇരിക്കുമ്പം ഒരുങ്ങി പോവുക, അപ്പം ഭർത്താവ് ചോദിച്ചു എവിടെ പോവാ, അതൊക്കെ എനിക്കറിയാമെന്ന്. അയ്യോ, പുള്ളി എന്നെ കാണിക്കാം. ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? ഒരു ഭദ്രത വേണ്ടേ? അതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെറും മാത്രമല്ല, വാങ്ങി അമ്മയും മക്കളും കൂടെ അകത്ത് കയറി. അപ്പൊ അതിനകത്ത് വേറെ എഴുതിയിട്ടില്ലെങ്കിലും ഈ പിള്ളേരെ വിളിച്ച് ആ കൊച്ചുങ്ങളെ നമുക്കിത് ചെയ്യാന്ന് പറയാനുള്ളതിന്റെ വേറൊരാണ് അമ്മയും മക്കളും പ്രാർത്ഥിക്കുന്നവരുമാണ്. കൊച്ചിനൊക്കെ അതിന്റെ രീതി അറിയാം. അകത്ത് കയറി അമ്മയും മക്കളൊക്കെ പ്രാർത്ഥനാ ജീവിതമുള്ളത്, ഇതൊക്കെ പരീക്ഷിച്ച പോയി. ഞാൻ വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എണ്ണ ഇങ്ങനെ പകർന്നു, പാത്രം തീർന്നത് കൊണ്ടാണ് എണ്ണ നിന്നത്. 7-ാം വാക്യം വായിച്ച 7-ാം വാക്യം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. അവനെന്ന് ആദ്യം വായിച്ചെന്ന് എനിക്ക് തോന്നി. അവനെന്നാന്നോ? ഒച്ച കിടന്നത് കൊണ്ട് എനിക്ക് തോന്നിയതാ. ഒന്നുകൂടെ വായിച്ചു. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊടുത്താൽ ചോദിച്ചത്. പക്ഷേ ശേഷിപ്പും കൂടെ ഒരുക്കി കൊടുത്തു. ചോദിക്കുന്നതിനും ദൈവം വിശ്വസ്തൻ. കടം മാറാനാണ് ചോദിച്ചത്, നാം ചോദിക്കുന്നതിനും കടമാണോ മാറ്റി കൊടുത്തത്? ശേഷിപ്പ് കൊണ്ട് ഈ കുഞ്ഞുങ്ങളും ഈ സ്ത്രീയും ഉപജീവനം. നിന്റെ ഉപജീവനത്തിന്റെ വഴി ദൈവം തുറക്കും. ദൈവം നിനക്ക് വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തുമില്ല. ഒരു കാര്യം, എണ്ണ ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടിയാൽ പോരാ. എണ്ണയുണ്ടോ നിൻ വിളക്ക്? അവരോട് നീ പറയണം, നിന്റെ ഉണ്ടോ എന്ന് പറ. ഞായറാഴ്ച വന്ന് മുന്നിൽ ഇരുന്നിട്ട് ഞങ്ങളോട് ചോദിക്കാം, എണ്ണയുണ്ടോ നിൻ വിളക്ക്? എന്നാ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് രാജനേഷു വന്നിടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തുകയല്ല, അവനവന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കും. നീ ഇന്ന് രാവിലെ പാട്ട് പാടി പ്രാർത്ഥിച്ചോ? ഇന്ന് രാവിലെ നീ അന്യഭാഷ പറഞ്ഞോ? അത് എഴുന്നേറ്റപ്പോഴേ മുടിയും പറിച്ചു കയറി അടുക്കളയോട്ട് ആലേറി എന്തെങ്കിലും ഇവിടെ വെച്ച കായ എന്റെ പിച്ചാത്തി കണ്ടില്ല അലറിയല്ലേ നിന്ന്? എന്തിനാ ഫ്രിഡ്ജിനകത്ത് വെച്ച മുട്ട നിന്ന് അലറുക? രാവിലെ എഴുന്നേറ്റ ഉടനെ നീ പാട്ട് പാടിയോ? നിന്റെ പിള്ളേരുമായിട്ട് നീ വട്ടം വെച്ചിട്ട് പാട്ട് പാടി പ്രാർത്ഥിച്ചോ? അതോ നീ മൊബൈലുമായിട്ട് ചാടി റോഡിലോട്ട് പോകായിരുന്നോ? ഒരു കരിക്ക് മുണ്ടിന്റെ അച്ഛൻ മുക്കിക്കൊണ്ട് പറഞ്ഞാണ്. ഞാനതൊന്നും തമാശ പറഞ്ഞതല്ല.
ചിലര് മൊബൈലിന്റെ ശബ്ദം കേട്ടാ എഴുന്നേക്കുന്നത്. കുരങ്ങൈ കുത്തി അവിടെ കിടന്നിട്ട് കുറച്ച്, പിന്നെ അത് ഉണ്ടെങ്കിൽ അതും ഭാര്യ കുത്തി ബാത്റൂമിലോട്ട്. എടാ നീ എഴുന്നേറ്റ ഉടനെ പാട്ട് പാടി പ്രാർത്ഥിക്കണം. ആ നല്ല പൂണന്റെ തീറ്റി നിന്നേച്ച് മാണ്ട് കിടന്ന ഉറങ്ങും. പിന്നെ വയറ്റിനകത്ത് ഒരു വെപ്രാളം വരുമ്പോഴാണ് എഴുന്നേക്കുന്നത്. അതിന് പിന്നെ എഴുന്നേക്കണമല്ലോ. ഒരു മിന്നല് പോലെ. ആ ഇതൊക്കെ ദൈവം തമ്മിൽ ഞാൻ കണ്ടോണ്ടിരിക്കുക. പിന്നെ എങ്ങനെ അതിന്റെ കടം മാറുന്നേ? എങ്ങനെ അതിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും? രാവിലെ ദുർഭാരത്തിലിരിക്കണം, ദൈവസന്നിധിയിലിരിക്കണം. അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽകളുണർന്നു, അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽകളുണർന്നു, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നു തന്നെ, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നു തന്നെ. മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ, മനമേ ഉണർന്നു സ്തുതിക്കാം, മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ, മനമേ ഉണർന്നു സ്തുതിക്കാം. ദൈവസന്നിധിയിലിരിക്കണം. വെളുപ്പിനെ പാട്ടുപാടി പ്രാർത്ഥിക്കണം. ഈ വെളുപ്പിനെ പാട്ടുപാടി പ്രാർത്ഥിക്കാത്തവരെ ഇങ്ങനത്തെ പാട്ട് പാടുമ്പോ കിടന്ന് പാമ്പര തപ്പും പോലെ തപ്പുന്നേ. രാവിലെ എഴുന്നേക്കണം. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ രാവിലെ പാട്ട് പാടി പ്രാർത്ഥിച്ചിരിക്കും. ഞാൻ പോയി കഴിയുമ്പോ അവര് പാടുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, അവര് പറയണം. ആ എന്റെ കാര്യം എനിക്കറിയാം. ഞാനുള്ളപ്പോ അന്നേരം അവരും വരും. ഞങ്ങളെല്ലാം കൂടെ എടുത്ത് പാട്ട് പാടി പ്രാർത്ഥിക്കും. ആ സ്റ്റീവനെയൊക്കെ ഞാൻ പ്രാർത്ഥന പഠിപ്പിക്കും. പ്രാർത്ഥിക്കണമെന്ന് നടക്കുമൊന്നുമില്ല, പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കും. പ്രാർത്ഥന പറഞ്ഞു കൊടുക്കും. കൊച്ചുങ്ങൾക്ക് അറിയാൻ മേലെ പ്രായമുള്ളവര് പറഞ്ഞു കൊടുക്കണം. തീറ്റ കൊടുക്കുമല്ലോ, ഒരു കുറ്റി തുട്ട കഴിക്കണം, മുട്ട കഴിക്കണം, ഉണ്ണി മാറ്റി വെച്ച് വെള്ളം കഴിക്കണം. ഇതും പറഞ്ഞു കൊടുക്കണം, ഇതും പറഞ്ഞു കൊടുക്കണം. പ്രാർത്ഥിപ്പിക്കണം. ഈ ചോട്ടി വെക്കണമെങ്കിൽ അതിലെ കൊണ്ട് വെച്ചിട്ടൊന്നും ഏത് അതിന് വന്നാലും ഏത് കൊലബന്ധം വന്നാലും നിന്റെ സന്ധ്യപ്രാർത്ഥനയും പ്രധാന പ്രാർത്ഥനയും മുടക്കരുത്. ഞങ്ങൾ ഈ യാത്ര പോകുമ്പോൾ ഷൂബാസോടും ഇവരോടൊക്കെ ചോദിച്ചോളൂ. ഇതിലൂടെ പോകുമ്പോ ഞാൻ വെളുപ്പിനെ വണ്ടിക്കകത്തിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കും. യാത്ര പോകുമ്പോ ഇന്നത്ര പാട്ട് പാടി 4 3 4 പാടി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുമല്ലേ, 4 വണ്ടിയൊക്കെ കയറി ഞാൻ ഷൂബാസോട് ചോദിക്കും, ഏതെങ്കിലും വീട്ടിൽ ഞങ്ങൾ വിശ്രമിച്ചാലും ആരുടെ വീട് എനിക്ക് വേണ്ടി ഞാൻ രാവിലെ പാട്ട് പാടും, പാട്ട് പാടി പ്രാർത്ഥിക്കും. അതെല്ലാരെയും വാങ്ങിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ എല്ലാം പേര് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. വണ്ടിക്കകത്ത് സമയം കിട്ടുമ്പോഴേക്കുന്നത് മുടക്കരുത് തോന്നും. ഇത് കാടടച്ചു പിടിക്കുക. സഭയുടെ എല്ലാവരും എന്റെ മുഴുത്ത കരവല്ലേ. ഈ വിളച്ചിലും പടയലും എല്ലാം നിർത്തണം. സ്തോത്രം. നിങ്ങളെ പോലെ എനിക്ക് ഉറങ്ങാൻ കൊള്ളാന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എനിക്ക് അയൽക്കുറപ്പൊന്നുമില്ല. ബാക്കിയുള്ളവരും കൂടെ വിട്ട് മനുഷ്യനിട്ട് അത് പിന്നെ അറിയും. ഞാൻ അനുഭവം പറയാം. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒത്തിരി പേരുണ്ട്. ഞാൻ രാത്രിയൊക്കെ ശരിക്കും പ്രാർത്ഥിക്കും. ഒരു മോഹനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞോ, നമ്മൾ രാത്രി 12 ഒരു പിള്ളേരുടെ 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കണം. നമ്മൾ താഴെ പോയി ഇങ്ങനെ പോരാടി പ്രാർത്ഥിക്കും. മോഹൻ ഞാനും കൂടെ. പിന്നെ 2 സഹോദരന്മാരൊക്കെ വന്നു. 1 2 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് എനിക്ക് ഉറക്കമൊന്നുമില്ല, ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കും. ബൈബിൾ സ്കൂളിൽ എപ്പോൾ ഉപവാസ പ്രാർത്ഥന വെച്ചാലും ഞാൻ ഉപവസിക്കും. മോഹനുണ്ട് 7 21 3 ഇരുന്ന് പ്രാർത്ഥിക്കും. 3 വർഷം എല്ലാ ബുധനാഴ്ച, എല്ലാ വെള്ളിയാഴ്ച, എല്ലാ ഞായറാഴ്ച ഉപവാസമായിരുന്നു. പിള്ളേരെല്ലാം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുകയല്ല.
അന്നൊക്കെ ചില സഹോദരന്മാർ എന്നെ കളിയാകും, ചുമ്മാ എന്നെ കാണുന്നു. പക്ഷെ ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് ഞാൻ പറയാം, അവരെക്കാളെല്ലാം ദൈവകൃപയാല് ശുശ്രൂഷയില് ഒത്തയൊക്കെയാ പറയുന്നത്, ബോധക്കേടൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്നാലും ദൈവം എന്നെ നടത്തുന്നു. പ്രാർത്ഥന ഇടുകുടുക്കെ ചോറും കറി എന്ന് പറഞ്ഞാലൊന്നും കിട്ടുകയില്ല. പിന്നത്തേതിൽ അറിയാം. അതുകൊണ്ട് ഇപ്പം ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ജാഗരിക്കുന്നതൊന്നും നഷ്ടമല്ല. കർത്താവ് വരാൻ താമസിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇതിന്റെ മറുപടി. ദൈവത്തിന് മഹത്വം. ഉഴപ്പരുതെന്നായി പറഞ്ഞത്. ഉഴപ്പരുത്. ഉഴപ്പുകാരും രക്ഷപ്പെടുകയല്ല. പിന്നെ കാലം കഴിഞ്ഞിട്ട് അടിച്ചിട്ടൊന്നും രക്ഷപ്പെടുകയല്ല. അല്ല, തീക്ഷണതയോടെ നിൽക്കണം. ചോദിക്കുന്നതിലും എന്റെ കാര്യം പറഞ്ഞ് നിർത്തില്ല, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ നമ്മൾ ഒത്തിരി ആകുലചിന്ത എടുത്തിട്ട് കാര്യമില്ല. വെപ്രാണോ ഭാഷ ഒത്തിരി വിഷയങ്ങളാണ്. മാസ്റ്റർ പെട്ടെന്നൊന്നും വരാൻ ഈ മത്തായി സുവിശേഷത്തിന്റെ കർത്താവ് പ്രഭാഷണം കഴിഞ്ഞ് ആ ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിലായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. നിങ്ങൾ ആകുലചിന്തയൊന്നും ഉണ്ടാകരുത്. നിങ്ങൾ 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അല്ല, ഞാൻ വായിപ്പിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് പ്രധാനമായ ചില കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. 2 നിക്ഷേപമുള്ള സ്ഥലം, 2 നിക്ഷേപം, ഒന്ന് സ്വർഗത്തിലും ഒന്ന് ഭൂമിയിൽ. അത് 2 നിക്ഷേപം. അതെവിടാന്ന് തന്നെ ചിന്തിച്ചോളാം. നമ്മുടെ 2 കണ്ണ്, എന്നാ കണ്ണാന്ന് അവനും ചിന്തിച്ചാൽ മതി. 2 യജമാനന്മാര്, അവരുടെ കൂടാന്നൊക്കെ അവനും ചിന്തിച്ചാൽ മതി. അപ്പൊ 2 നിക്ഷേപം, 2 കണ്ണ്, 2 യജമാനന്മാര്. എന്നിട്ട് താഴോട്ടുള്ള കണ്ണിക തുടങ്ങുമ്പം 25 മുതൽ താഴോട്ട് വായിച്ച് 33 വരുമ്പോ 25 വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് കൊടുക്കും വിചാരപ്പെടരുത്. ശരീരത്തിന് ആയിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ശരീരത്തെക്കാൾ ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. അടുത്ത വാക്യം. ആകാശത്തിലെ പറവുകളെ നോക്കിയും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടിവെക്കുന്നില്ല, സ്വർഗ്ഗസ്വനായ പിതാവെ പുലർത്തും. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഇന്നുള്ളതും നാളെ അടുത്ത വയലിൽ ഇന്നുള്ളതും വിചാരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളോട് കൂട്ടുവാൻ ആർക്കും കഴിക്കത്തില്ല. അടുത്തത് ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടരുത്. എങ്ങനെ വളരുന്നുവെന്ന് നോക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല നോക്കുക. ശലോമം പോലെ ഇവയേക്കാൾ വലുതായിട്ടൊന്നും ചമഞ്ഞിരുന്നില്ല. ഇന്നുള്ളത് നാളെ അടുപ്പിക്കിടുന്ന വയലിനെ പുല്ലിനെ ഇങ്ങനെ ചമയിപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും കൊടുക്കുമെന്നൊന്ന് വിചാരപ്പെടരുത്. ഈ വകയെ അന്വേഷിക്കുന്നതൊക്കെ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന്. എന്നിട്ട് 33-ാം വാക്യം, അവൻ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന അതോടുകൂടെ നിന്ന് പ്രസംഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും 2 കാര്യം പറയില്ല. ഈ 25 മുതൽ 33 വരെ പഠിച്ചാൽ 4 പ്രാവശ്യം എടുത്തിട്ടുണ്ട് വിചാരപ്പെടരുത്. 4 പ്രാവശ്യം നമ്മൾ എണ്ണിക്കും. വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. നമുക്കതേ ഉള്ളൂ. ഇരുപ്പ് കാണുമ്പോൾ അറിയാമല്ലോ എന്തെല്ലാം വിചാരമാണ്. ഇപ്പം വിചാരപ്പെടുന്ന 11 നിൽക്കുകയെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിചാരം. വിചാരപ്പെടരുത്. നിങ്ങൾ പറയാ ഭാഷകൾ എന്ന് പറഞ്ഞാൽ മതി വിചാരപ്പെടരുതെന്ന്. ഞാൻ പറഞ്ഞാണോ? ദൈവം നേരിട്ട് പറഞ്ഞു. അതിന് കാരണം ഞാൻ പറയാം. ഈ 1 നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ നമുക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. അതുകൊണ്ടാണ് വിചാരപ്പെടരുതെന്ന് പറയുന്നത്. നമുക്ക് ആരുണ്ട്? ഉദാഹരണം, ഒരു പയ്യൻ ഭിക്ഷയ്ക്ക് ഇവിടെ വന്നെന്ന് വെച്ചു. 12 വയസ്സുള്ളൊരു കൊച്ചക്ക് ഇവിടെ വരിക. അപ്പൊ നമ്മൾ ചുമ്മാ ഞാൻ വിശക്കുന്നു, കഴിക്കാനില്ല, വസ്ത്രമില്ല. അപ്പൊ നമ്മൾ ചോദിക്കുക
അവൻ്റെ അപ്പനില്ല, മരിച്ചു ഇല്ല, അമ്മയും മരിച്ചു, ചേട്ടനോ എന്നോ ആരും നമുക്ക് മനസ്സിലാണ്. എൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ എന്ത് കൊടുത്താലും അതിലില്ല, കൊടുക്കും. കെട്ടിടവും കൊടുക്കും, അവൻ്റെ വസ്ത്രവും കൊടുക്കും, കാശും കൊടുക്കും. അവൻ ആരും ഇല്ലെന്ന്. ഇതുപോലെ നാളെ ജോഷുവ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുക, നിങ്ങൾക്ക് അറിയരുത്. ഉദാഹരണമാണ്, മോൻ ഏതാ? മോനെ അപ്പനുണ്ടോ? ഉണ്ട്. അമ്മനുണ്ടോ? ഉണ്ട്. എവിടെയാ താമസിക്കുന്നത്? വെള്ളാപ്പള്ളി. ആരാ മോൻ്റെ അപ്പൻ? എന്നാ പറയുന്നത്? ആ, അവൻ അന്നം പഠിപ്പിച്ച മോനെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ എന്തുവാ പറയാനേ? അനീഷ് മാസ്റ്റർ അല്ലെ, അനീഷ് കാവാണ്. നിങ്ങള് അവനോട് എന്നായിരിക്കും പറയുന്നത്? പടച്ചെടുക്കരുത് കേട്ടോ. ആ, പടച്ചെടുക്കരുത് കേട്ടോ. കൃഷ്ണാവാലത്തിന്റെ മോനായിട്ട് നീ രാവിലെ ഇറങ്ങിയേക്കാണോ തേണ്ട? വല്ല മനസ്സിലാവുന്നുണ്ടോ? വല്ല പിടികിട്ടുന്നുണ്ടോ? നമുക്കൊരു പിതാവ് ഉണ്ടെന്ന് സ്വർഗത്തിൽ. ഞാൻ ഈ വചനത്തിലൊക്കെയാ ബലപ്പെടുന്നത്. ആ, നിങ്ങൾ എപ്പോഴേലും ഞാൻ നിരാശപ്പെട്ട് ഈ പണ്ടപ്പൽ പോലെ നിങ്ങൾ ആരെയും കണ്ടിട്ടുള്ളത് പറ. വിചാരപ്പെടും. കർത്താവ് 4 പ്രാവശ്യമാണ് പറഞ്ഞ് വിചാരപ്പെട്ടത്. എന്റെ കാരണം പറഞ്ഞത് സ്വർഗത്തില് ഇത് പിതാവുണ്ടെന്ന് പറഞ്ഞ് ചങ്ങ് നേടുക നടക്കുക. എടാ, പിതാവിനോട് ആക്ഷേപമാണ്. നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അതുകൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം എടുത്താല് 5 ദിവസം കൊണ്ട് സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് മനുഷ്യനെ ഏത് ദിവസം സൃഷ്ടിച്ചേ? 6-ാം ദിവസം. എന്നിട്ട് 7-ാം ദിവസവും സ്വസ്ഥത. അപ്പൊ ഇങ്ങോട്ട് നോക്കി, 5 ദിവസവും ദൈവം വർക്ക് ചെയ്യാറ്. 5 ദിവസവും നിങ്ങളൊക്കെ ജീവിക്കാൻ ചുമ്മാ ഇരിക്കാന്നാണോ? 5 ദിവസവും ദൈവം പ്രവർത്തിക്കുക. ഉണ്ടാകട്ടെ നല്ലത്, ഉണ്ടാകട്ടെ നല്ലത്, കൂട്ടമായിട്ട് സമുദ്രത്തിൽ ഇരിക്കട്ടെ, ദൈവം വർക്ക് ചെയ്യുക 5 ദിവസം. 6-ാമത്തെ ദിവസവും നല്ല വർക്കാം അല്ലേ? വർക്കാം. ഈ പരിവർത്തനാക്കണമെങ്കിൽ ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവത്തിന് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ആശയമാണ് അല്ലേ? നിസാരമായി നാക്ക്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ നാക്ക് 100 ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളുടെ സ്വാദ് അറിയാനുള്ളതായി നാക്ക് ക്രമീകരിച്ചിരുന്നു. ഞാൻ കുറെ ചോറിന്റെ ചാളയുടെ രുചി മാത്രമല്ല, ആ കൂടെ 2 രുചി അറിയാവുള്ളൂ. പട്ടമത്തിയുടെ രുചി, താങ്കരി ചോറിന്റെ രുചി. ഇത് എനിക്ക് സയൻസ് ഒന്നും അറിയില്ല, സയൻസ് പഠിച്ചവരുണ്ട്. ഈ നാക്കിനകത്ത് മുകുള വന്ന അങ്ങനല്ലേ? എന്താ ഇംഗ്ലീഷ് പറയുന്നത്? ആ, നാക്കിനോട്ട് നീട്ടിയ ചെറിയ ചെറിയ എല്ലാത്തിന്റെ രുചി അറിയാനാ നാക്കിന്. സൃഷ്ടിയുടെ വൈശിഷ്ട്യം അതെന്തിനാ? ഇതെല്ലാം ഒന്ന് രുചിച്ചറിയണം. ഏത് ഈ തോട്ടത്തിൽ എന്തെല്ലാം ആപ്പിള്, പൈനാപ്പിള്, ചെറിയ ഗൂസ്ബെറി, ഓറഞ്ച്, പിന്നെ ഓലോലിക്ക, ഇരുമ്പമ്പുളി, എല്ലാം ഇതിന്റെ എല്ലാം രുചി വ്യത്യസ്തമാണ്. അതറിയാനാ സൃഷ്ടിച്ചേക്കുന്നത്. എല്ലാം മനസ്സിലാകുന്നു. ഇതെല്ലാം
ചോദിക്കണം. എന്തോ സൃഷ്ടിയുടെ വൈഭവം. അതാ ഞാൻ പറഞ്ഞത്, ദൈവം 5 ദിവസം 5 അല്ല 6 ദിവസം ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. മണ്ണുകൊണ്ടല്ലേ മനുഷ്യനെ? തദനന്തരം സൃഷ്ടിജാലത്തിൻ മണിമകുടമായ തൃതിവേശ്വരൻ നിജരൂപത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മടഞ്ഞു. അപ്പൊ അവൻ തന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ആ മനുഷ്യൻ ഭയങ്കരമായി ശീലമായി സൃഷ്ടിച്ചു. നിങ്ങൾ ചിന്തിച്ച് എന്നിട്ട് 7ാമത്തെ ദിവസം 6 ദിവസവും ദൈവം വർക്ക് ചെയ്തു. 7ാമത്തെ ദിവസം ദൈവം ദൈവം 6 ദിവസവും വർക്ക് ചെയ്യുക. മനുഷ്യനെ എത്ര ദിവസം സൃഷ്ടിച്ചു? 6ാം ദിവസം. മനുഷ്യൻ എപ്പോഴാ സ്വസ്ഥത? അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. മനുഷ്യനെ സൃഷ്ടിച്ച് ഉടനെ അവന് സ്വസ്ഥതയാണ്. 6ാം ദിവസമല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്? പിറ്റേ നേരാ സ്വസ്ഥതയാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ സ്വസ്ഥതയോടെ വേണം ജീവിക്കാൻ. സ്വസ്ഥതയിൽ വേണം തുടങ്ങാൻ. സ്വസ്ഥതയിൽ വേണം. സ്വസ്ഥതയിൽ നിന്ന് തുടങ്ങണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോയിന്റ് വരിക, രാവിലെ എഴുന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. എങ്കിൽ സ്വസ്ഥമായിട്ട് ഒരു ദിവസം ദൈവത്തിന് മഹത്വം. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇതെല്ലാം അനുഭവിച്ചോണം. തോട്ടത്തിന് നടുവ് നിൽക്കുന്ന ദൈവത്തിന് അങ്ങനെ പറഞ്ഞു. തോട്ടത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, ബാക്കി മുഴുവൻ നിനക്ക് തിന്നാവെന്ന് പറഞ്ഞു. നിനക്ക് അത് തന്നെ തിന്നാണ് വന്നിട്ടുള്ളത്. വേറെ എന്തെല്ലാം നിനക്ക് തിന്നാൻ ആ തോട്ടത്തിൽ? അത് തിന്നാ പോരെ. തോട്ടം ദൈവത്തിന്റെയാ. ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി കാണും. ഇതുടനെ അത് അല്ല മറിച്ച് തിന്നെ. ഇപ്പൊ ഈ വീട്ടിൽ വരുമ്പോ ചെറുപാസ് താമസിക്കുന്ന വീടാ. കസേര നമുക്ക് ഇവിടെ അവിടെ ഇരുന്നാ മതി. അകത്തൊരു കസേര ചെറുപാസ് അവിടെ ഇരിക്കുക. അതിന് നമ്മൾ അവിടെ തന്നെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കാൻ കസേര ഇട്ടിട്ടുണ്ടല്ലോ. പുള്ളിയുടെ വീടല്ലേ. അവിടെ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. വിചാരപ്പെട്ടാലൊന്നും കാര്യം തന്നെ വിചാരപ്പെടരുത്. ഒന്ന്, നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവ് ഉണ്ട്. വിചാരപ്പെടരുത്. എന്നിട്ട് അതുകൂടെ പറഞ്ഞു നടത്താം. കർത്താവ് ആ കണ്ണിക്കകത്ത് പറഞ്ഞത് ആകാശത്തിലെ വായിച്ചേ, ആകാശത്തിലെ പർവ്വതങ്ങളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ ആ വാക്യം വായിച്ച ശ്രദ്ധിച്ചോ? ആകാശത്തിലെ പറവകളെ പിന്നെ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. മനുഷ്യനോട് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പിതാവ്, നമുക്കൊരു പിതാവുണ്ട്. പറവജാതിയുടെ കാര്യം പറഞ്ഞപ്പം അവരുടെ പിതാവെന്ന് പറഞ്ഞോ? ഇല്ല. പറവജാതിയുടെ പിതാവ് അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ നമ്മളോട് ബന്ധപ്പെട്ട് പറഞ്ഞത് സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞാൽ പിതാവിൽ ഇല്ലാത്ത പറവജാതിയെ ദൈവം പുലർത്തുന്നില്ലേ? ഉണ്ട്. അപ്പൊ പിതാവുള്ള നിങ്ങളെ പറവജാതിക്ക് പിതാവുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ നിങ്ങളുടെ പിതാവെന്നാ പറഞ്ഞേക്കുന്നത്. പറവയുടെ പിതാവെന്നല്ല. നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. പിതാവില്ലാത്ത പറവജാതിയെ പുലർത്തുന്നെങ്കിൽ പിതാവുള്ള നിന്നെ പുലർത്താൻ ദൈവം വിശ്വസനല്ലേ? നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസനല്ലേ? ദൈവത്തെ സൂചിക്കാൻ ഏതെങ്കിലും വിഷയത്തിൽ ഞരക്കത്തോടെ ഭാരത്തോടെ ഇന്ന് പകൽ ഇവിടെ വന്നവരോ ദൂരത്തിൽ നിന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ വഴിയില് നീ ആകുലപ്പെടരുത്, വിചാരപ്പെടരുത്. നിനക്കൊരു നിനക്കൊരു പിതാവുണ്ട്.
പരുവക്കേട് പിടിച്ച പിതാവല്ല, ഗതികെട്ട പിതാവല്ല. ഉണ്ടാകട്ടെന്ന വാക്കിന് സകലത്തെ ഉളവാക്കിയവരാ. അണ്ടകലാകത്തെ ബ്രഹ്മാണ്ടം, കോടിനാണ്ടം, പ്രകൃതിഘടകം, അല്പകാണ്ടം, മൃഗാണ്ടം, ഡമ്പണ്ട്, അമ്പണ്ട്, ഡമ്പണ്ട്, ഇമ്പാടിമ്പ്, ഈ കാണുന്ന അണ്ടകലാകത്തെ ജോഡികളെ കൊണ്ട് സൃഷ്ടിച്ചവരാ. അങ്ങനത്തെ പിതാവാ സ്വർഗത്തിൽ. ഓരോരുത്തരുടെ ഇരിപ്പ് കണ്ടാൽ ഗതികേട് പിടിച്ചോരുത്തരങ്ങാണ്ട് മേളിൽ ഇരിപ്പുണ്ട്. പുള്ളിക്കും എനിക്ക് കിട്ടിയിട്ട് വേണം പുള്ളിക്ക് വെച്ചില്ല. സർവശക്തനാണ് നമുക്ക് ഉയരത്തിലുള്ളത്. സർവത്തെ നിയന്ത്രിക്കുന്നവനാ, സർവത്തെ സൃഷ്ടിച്ചവനാ. ആ ദൈവത്തിന് നിന്റെ വിഷയം പരിഹരിക്കാൻ പിതാവില്ലാത്ത പരമജാതിയെ പോറ്റുന്നെങ്കിൽ പിതാവുള്ള നിന്നെ പോറ്റുകയല്ലേ? അതോടെ പറഞ്ഞു നിർത്തില്ല. ഈ പരമജാതി രാവിലെ എഴുന്നേറ്റേ ദൈവം വഴി തുറക്കുന്ന പരമജാതി ചുമ്മാ ഇരിക്കുകയല്ല, കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ ഒന്നുമില്ല, എന്നാ കൂട്ടിൽ തന്നെ ഇരുന്നേക്കാം കിട്ടിക്കൊള്ള സമയത്ത്. അങ്ങനെയാണോ? നീ ഞാൻ എഴുന്നേക്കുന്നതിന് തന്നെ പറവ എഴുന്നേക്കും ഇല്ലേ? നമ്മള് 6:45 മനമേ പക്ഷി ഹൈറേഞ്ച് എന്ന് പറഞ്ഞ് അറബിക്കടലിൽ ചെന്ന് മീനും കൊത്തി അവിടെ ആവശ്യമുള്ളത് കഴിച്ച് ബാക്കി കൊച്ചുങ്ങൾക്ക് കൊത്തി തിരിച്ച് 6:45 നമ്മുടെ വീടിന്റെ മണ്ടയിൽ കൂടെ തിരിച്ചു പോവുക ഹൈറേഞ്ചിന്. പക്ഷി 4 മണിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റു. കുട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് അത് അവിടുന്ന് പറന്ന് മുണ്ടക്കരം വഴി ആഞ്ഞപ്പള്ളി ഒൻകുന്നം കൂടി നേരെ കറുകച്ചാൽ വന്ന് നമ്മുടെ വീടിന്റെ അതിലൂടെ പായ്പാട് വഴി കയറി ഉമ്മനാട് വഴി കയറി നേരെ കോടുകുളഞ്ഞ് വഴി മാവേലിക്കര കായംകുളം കൂടി നേരെ 1000 തെങ്ങിന്റെ അപ്പുറം ചെന്ന് മീൻ കൊത്തിയെടുത്ത് അത് നിന്ന് കൊച്ചുങ്ങൾക്കുള്ളതും കൊത്തി അതുപോലെ തിരിച്ചു പറന്ന് നമ്മുടെ വീടിന്റെ മേളിൽ കൂടെ പോയപ്പോഴും നല്ല ഉറപ്പിലടി കിടക്കുക. പക്ഷെ കളിയാക്കി അയച്ചാൽ മതി, ഇത്ര നാണം കെട്ടൊരുത്തൻ. പക്ഷേ മുറിഞ്ഞപുഴ കഴിഞ്ഞപ്പോ നമ്മൾ ഇവിടെ നിന്ന് വാടുക മനമേ പക്ഷി. ആകാശത്തിന് പർവ്വജാതികളെ ദൈവം പോറ്റുന്നുണ്ട്, പുലർത്തുന്നുണ്ട്. അത് ചുമ്മാ ഇരുന്നാലൊന്നും കിട്ടുകയല്ല. ഈ വാക്യം വെച്ചു 1 മണിക്കും പോകുകയല്ല. രാവിലെ കയറി ഇങ്ങനെ ഇരിക്കാം. എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? പർവ്വജാതിയെ പുലർത്തുന്നല്ലോ. പർവ്വജാതി നിന്നെ പോലെ പരിക്കാത്ത ചുമ്മാ ഇരിക്കുകയാണോ? 1 മണിയും ചെയ്യലെ മെയ് അനങ്ങിയ ഒരു ജോലി ചെയ്യത്തിന് ഭൂമി കുനിഞ്ഞ് കറങ്ങുമ്പോൾ ഓടിക്കുകയല്ല. പാടം തന്നിരിക്കുക. പർവ്വജാതി രാവിലെ എഴുന്നേക്കും. അത് പറന്നിങ്ങോട്ട് വരുമ്പം ദൈവം അതിനെ തോന്നിക്കും ഇന്ന സ്ഥലത്തോട്ട് പറക്കാൻ. സൂച്ചോടെ ചെല്ലുമ്പോ ഇര കാണും. അങ്ങനെ ദൈവം ചെയ്യുന്നത്. അതിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങി പറന്ന് വരുമ്പോൾ ദൈവമല്ലേ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. ദൈവം അതിന് ബുദ്ധി കൊടുക്കും. ഇന്ന സ്ഥലത്തോട്ട് സൂക്ഷം ചെല്ലുമ്പോ അതിനുള്ളത് അവിടെ ഉണ്ട്. അങ്ങനെ അതിനെ പുലർത്തുന്നത്. അവയേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരല്ലേ? നീ രാവിലെ ദിവസം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോൾ ദൈവം അതിന്റെ വഴി തുറന്നത്. ബാക്കി പിന്നീട് ചിന്തിക്കാം, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കും. വിചാരപ്പെടരുത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ.